ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്ക് ശേഷമൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്നൊരാഗ്രഹം തോന്നി നമുക്ക് ഉച്ചയ്ക്ക്. അതായത് ചോറും പിന്നെ അതുപോലെ തന്നെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഡീഷണലായിട്ട് കറികൾ വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പച്ചക്കറിയിൽ നിന്ന് വെക്കേണ്ട. രാവിലെ ഞങ്ങൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കാപ്പിക്ക്. അതിൻ്റെ ബാലൻസ് സാമ്പാറൊക്കെ എന്തായാലും കാണും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് വെക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു ചക്കക്കറി വെക്കാൻ തോന്നി ഗൈസ്. വേണമെങ്കിൽ നമുക്ക് ചീരയോ വഴുതനയോ എന്തെങ്കിലും എടുത്ത് മെഴുക്കുവരട്ടയോ ഒക്കെ ചെയ്യാം, തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, എന്തായാലും രാവിലെ സാമ്പാറൊക്കെ വെച്ചല്ലോ, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ചക്ക എന്തായാലും 2-3 എണ്ണം നല്ല രീതിയിൽ പരിവായി കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് വേറെ തോരനോ ഒന്നും വെക്കേണ്ട, ചക്കക്കറി വെക്കാമെന്നുള്ളൊരു പ്ലാനിലായി. പിന്നെ ഞാനും നീനും കൂടെ ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തായിട്ട് 3 പ്ലാവുണ്ട് കേട്ടോ. അതിലൊരു പ്ലാവിൽ നിന്ന് ഞങ്ങളൊരു 3 ചക്ക എടുത്തായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ചക്കയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. കാരണം നല്ല പഴുത്ത് ചീത്തയായി പോകാറാണ് കൂടുതലും പതിവ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്കൊരു കൊതി തോന്നിയുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളൊരു 3 ചക്കയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള വലിപ്പമൊക്കെ ഉള്ളൊരു ചക്കയാണ്. അതുപോലെ തന്നെ വലിപ്പം മാത്രമല്ല, നല്ല രീതിയിൽ ചുളയൊക്കെ ഉണ്ട്, ചക്കച്ചുളയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? പക്ഷേ ഈ ചക്ക ഒരു ഉണ്ട ടൈപ്പാണ് കേട്ടോ. ഉണ്ട ടൈപ്പിലൊരു ചക്കയാണ്. ഏത് ചക്കയാണെന്ന് അറിയത്തില്ല, എന്തായാലും വരിക്കച്ചക്കയല്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞാനും നീനും കൂടെ അങ്ങനെ. പക്ഷേ ഈ വീഡിയോ, അതായത് ചക്ക കിടക്കുന്ന വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി ഞാനും നീനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇല്ലായിരുന്നു. അമ്മ എന്തെങ്കിലും കടയിൽ പോയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. രാവിലെ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്തേനെ. പിന്നെ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ചക്കയൊക്കെ ചക്ക അടക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തേനെ. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനിച്ച് നമുക്കിന്നൊരു ചക്കക്കറിയൊക്കെ വെക്കാമെന്നുള്ളൊരു കൊതി വന്നതുകൊണ്ട് മാത്രമാണ് ഈ ചക്കക്കറി അതായത് ചക്ക പ്രിപ്പറേഷൻ ചെയ്ത് ഇനി കുക്കൊക്കെ ചെയ്ത് കഴിക്കണം. അപ്പോൾ ചക്കക്കറിയാണ് കേട്ടോ വെക്കുന്നത്, പുഴുക്കല്ല, ചക്കക്കറിയാണ്. കണ്ടില്ലേ? ഇപ്പോൾ അത്രയും ചക്ക നീറ്റാക്കിയപ്പോൾ തന്നെ കൂടുതലും വേസ്റ്റാണ് കേട്ടോ. കൂടുതലും പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ തെറ്റില്ലാത്ത രീതിയിലുള്ള ചക്കയാണെങ്കിൽ അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. എങ്ങനെയാണെല്ലാം അരിഞ്ഞിട്ടാലും എന്ത് ചപ്പും മീൻസ് പുഴുക്ക് പോലെ ആവുമല്ലേ? ഇങ്ങനെ ചിലർ കറിയായിട്ട് വെക്കുന്നവരും ഉണ്ട്, എരിശ്ശേരി പോലെ വെക്കും. നമ്മളിപ്പോൾ എരിശ്ശേരി പോലെയാണോ വെക്കുന്നത്? ആണോ? അതെ. നേരത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു ചക്ക വെക്കണമെന്നുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കറിക്ക് അധികം വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളൊരു ഇത് കൊണ്ടുവന്ന ഐഡിയ ആണ്, ചക്ക എടുത്ത് കറി വെച്ചാലോ എന്നൊരു ഐഡിയ കൊണ്ടുവന്നപ്പോ പിന്നെ ചീരയൊക്കെ ഉണ്ട്. പക്ഷേ
ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തത്? ഈ ചക്ക ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കറി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പണികളൊക്കെയാണ്. അപ്പോൾ ഇനി ചക്കക്കറി വെച്ച് നല്ലൊരു സൂപ്പർ ഫുഡൊക്കെ അടിക്കാം ഗൈസ്. നമ്മുടെ ചക്കക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല കടുവൊക്കെ താളിച്ചില്ലേ. നല്ല രീതിയിൽ ചക്കക്കറി വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചക്ക എടുത്തിട്ടില്ല കേട്ടോ, പകുതി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ ചക്കയല്ലായിരുന്നു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് കൂട്ടിയൊരു അടി അടിക്കട്ടെ ഗൈസ്. ഞങ്ങളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ചോറ്, മീൻകറി, രാവിലെ കാപ്പിക്ക് വെച്ച സാമ്പാർ വറ്റിച്ചത്, പിന്നെ ചക്കക്കറി, കടുവൊക്കെ താളിച്ച ചക്കക്കറി, പിന്നെ ഉള്ളി ഉടച്ചത് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി എടുത്തിട്ട് പിടിക്കട്ടെ. പിന്നെ കൂടെ വെള്ളം. ആദ്യം ചക്ക തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം, ഇവിടെ നമ്മൾ വന്നതിന് ശേഷം 1-2 പ്രാവശ്യം നമ്മൾ ചക്ക വെച്ചല്ലേ. പക്ഷെ എന്നാൽ പോലും ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. നീന് കഴിച്ചില്ല, ഞാൻ ആദ്യം കഴിക്കുന്ന. സത്യത്തിൽ നീനൊന്ന് മടിച്ചു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു ചക്ക നമുക്ക് എടുക്കാം, നമ്മുടെ വീട്ടിന് മുറ്റത്ത് ചക്ക ഉണ്ടല്ലോ. പക്ഷെ നീനുവാണ് കയറി എടുക്കാൻ, നമുക്ക് തോട്ടയിൽ കിടക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ആ സമയം തന്നെ 3 ചക്ക കാര്യമായിട്ട് കിടത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ കേട്ടോ, അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തിരിച്ചു കളയാനായിട്ട് പറ്റും. ഞാൻ കഴിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ കമന്റ് ചെയ്യണേ.